പാലക്കാട് 1 കോടി രൂപയുടെ രാസലഹരിയുമായി 3 അംഗ സംഘം പോലീസിന്റെ പിടിയിലായി. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച MDMA, LSD സ്റ്റാമ്പ് ഉൾപ്പെടെയുള്ള രാസലഹരിയുമായാണ് 3 പേർ പിടിയിലായത്. ലഹരിക്കടത്തിന്റെ മുഖ്യ സൂത്രധാരൻ മണ്ണാർക്കാട് സ്വദേശി സലീമിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഒരു കിലോയോളം MDMA, കൊക്കൈൻ, LSD സ്റ്റാമ്പുകൾ, ഹൈബ്രിഡ് കഞ്ചാവ്, അങ്ങനെ 3 അംഗ സംഘം നടത്തിയത് വൻ ലഹരിക്കടത്ത്. എന്നാൽ ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രം. പിടിയിലായ ദക്ഷിണ കന്നഡ സ്വദേശി ബി ഫാത്തിമയും പങ്കാളിയായ മലപ്പുറം സ്വദേശി അസറുദ്ദീനും സുഹൃത്ത് കോട്ടയം സ്വദേശി മുഹമ്മദ് നിസിഹും ലഹരി കാരിയർമാർ മാത്രമാണ്. ലഹരിക്കടത്തിന്റെ മുഖ്യ സൂത്രധാരൻ മണ്ണാർക്കാട് സ്വദേശി സലീമാണെന്ന് പോലീസ് കണ്ടെത്തി. സലീമിന്റെ നേതൃത്വത്തിൽ ബംഗളൂരിൽ നിന്നാണ് രാസലഹരി എത്തിക്കുന്നത്. തുടർന്ന് കോയമ്പത്തൂരിൽ എത്തിച്ച ശേഷം കാരിയർമാരെ ഉപയോഗിച്ച് കേരളത്തിന്റെ വിവിധ ഇടങ്ങളിലേക്ക് കടത്തുകയാണ് രീതി. ഇതിനിടെയാണ് സംഘം ജില്ലാ ഡാൻസ് ഓഫ് ടീമിന്റെ പിടിയിലായത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ഒലവക്കോട് വെച്ച് പ്രതികൾ പിടിയിലായത്. പിടികൂടിയ ലഹരി ശേഖരണത്തിന് 1 കോടിയോളം രൂപ വില വരുമെന്നും ഒളിവിൽ കഴിയുന്ന സലീമിനെ കണ്ടെത്താൻ അന്വേഷണം ശക്തമാക്കിയെന്നും പോലീസ് അറിയിച്ചു. ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. Big TV പാലക്കാട്. Big TV, without fear or favor.